ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മേവരെയും നയിക്കുമാറാകട്ടെ. ഒളിമ്പസിന്റെ ശുഭദാമ്പത്യത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഇതിന്റെ ആഴത്തിലുള്ള 5 അധ്യായങ്ങളിലൂടെ കടന്നുപോയി. ഇന്ന് 6ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ 6ാമത്തെ അധ്യായത്തിന്റെ പേര് കുടുംബവും സമൂഹവും എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഫാമിലി ആൻഡ് സൊസൈറ്റി ടുഗദർ ക്രിയേറ്റ് എ സ്ട്രോങ്ങർ ഹാർമോണിയസ് ലിവിംഗ്. കുടുംബവും സമൂഹവും, ശുഭദാമ്പത്യത്തിന്റെ ആന്തരികമായ അടിത്തറയെ നാം പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി ബാഹ്യമായ അടിത്തറകളെ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. 2 വ്യക്തികൾ ചേർന്നതാണ് കുടുംബമെങ്കിലും 2 വ്യക്തികൾ 2 വിധത്തിലായിരിക്കെ 2 വിധങ്ങളും പരസ്പരം കവിയുമ്പോൾ പ്രത്യക്ഷമാകുന്ന ഉപരിവ്യവസ്ഥയാണ് കുടുംബം എന്നത്. ഇവിടെ 2 വ്യക്തികളിൽ ഒരാൾ വലുതോ ചെറുതോ ആകുന്നില്ല. പകരം 2 വ്യക്തികളും 2 വ്യക്തികളിലും ഉയർന്നതായിരിക്കുന്നത് കുടുംബമാണെന്നതും നാം അറിഞ്ഞതാണ്. ഈ 2 വ്യക്തികളും തിരശ്ചീനമായ തലത്തിൽ സമമിതമായി ഗണിക്കപ്പെടേണ്ടതും കുടുംബം എന്നത് ലംബമായ രീതിയിൽ ഉയർന്നു നിൽക്കുന്നതുമാണെന്ന് നാം മനസ്സിലാക്കി. കുടുംബത്തിന് മുകളിൽ സമൂഹം എന്നൊരു ഉപരിവ്യവസ്ഥയുണ്ടെന്നും അത് കുടുംബ വ്യവസ്ഥയ്ക്ക് അടിസ്ഥാനമാകുന്ന പരിസ്ഥിതിയാണെന്നും കൂടിയാണ് ഇനി നാം മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇത് ലഘുവായ ഒരു ആമുഖമാണ്. കുടുംബവും സമൂഹവും എന്നൊരു വിഷയത്തിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്നുകൊണ്ടാണ് ഒരു സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു ജീവിതം ഉണ്ടാക്കി തരുന്നത് എന്നാണ് നമ്മളോട് പറയുന്നത്. ഇത് രണ്ടുമായി ചേരുമ്പോൾ എന്ന് പറയുമ്പോൾ രണ്ടും രണ്ടല്ല എന്നത് നമ്മൾ അറിയേണ്ടതുണ്ട്. പക്ഷെ രണ്ടും തമ്മിലുള്ള കണക്ടിവിറ്റി ഉണ്ടല്ലോ, സമൂഹം എന്നുള്ള രീതിയിലും കുടുംബം എന്നുള്ള രീതിയിലും വ്യക്തി എന്ന രീതിയിലും ഒക്കെയുള്ള വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കാൻ നമ്മൾക്ക് കഴിയുമ്പോൾ, ഇതിനെല്ലാം വെവ്വേറെ തലങ്ങളിലായി മനസ്സിലാക്കിയിട്ടുള്ള നമുക്ക് ഇവയെ കൂട്ടിയോജിപ്പിക്കാൻ കഴിയുമ്പോഴാണ് ജീവിതം സുഗമമാവുക എന്നുള്ളതാണ് കുടുംബവും സമൂഹവും എന്നുള്ള ഈ ഒരു അധ്യായത്തിന്റെ പ്രമേയം തന്നെ. നമ്മൾ ഇതുവരെ സംസാരിച്ചു വന്നത് ശുഭദാമ്പത്യത്തിന്റെ ആന്തരികമായ അടിത്തറകളെ കുറിച്ചാണ്. അതായത് വ്യക്തി ഉണ്ടാകുന്നത് എങ്ങനെയാണ്, വ്യക്തികൾക്കിടയിൽ ഉണ്ടാകുന്ന പാരസ്പര്യം എന്താണ്, പരസ്പര ആകർഷണം എന്താണ്, പരസ്പരമുള്ള കരുതൽ എന്താണ്, സ്നേഹം എന്താണ്, പ്രണയം എന്താണ് തുടങ്ങിയ ആന്തരിക കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയതെങ്കിൽ ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇതിന്റെ ബാഹ്യമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. കുടുംബത്തിന്റെ ബാഹ്യമായിട്ടുള്ളതാണ് സമൂഹം എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ 2 വ്യക്തികൾ ചേർന്നതാണ് കുടുംബം എന്നത് നമുക്ക് മനസ്സിലായതാണ്. 2 വ്യക്തികളും ഇൻഡിവിജ്വൽസ് ആയിട്ടിരിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ചും 2 സംസ്കാരങ്ങളിൽ നിന്നും 2 പ്രദേശങ്ങളിൽ നിന്നും 2 വിധത്തിൽ വന്നിട്ടുള്ളവരായിരിക്കുമ്പോൾ 2 വ്യക്തികളും 2 വിധത്തിലാണ്. ഇനി ഒരു പ്രദേശത്ത് നിന്ന് വന്നാണെങ്കിൽ തന്നെ 2 വിധത്തിലായിത്തീരും. പക്ഷെ അവര് വ്യത്യസ്ത ദൂരങ്ങളിൽ നിന്നും വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നും വ്യത്യസ്ത കാലങ്ങളിൽ നിന്നും വന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും അവ 2 വിധത്തിലായിരിക്കും. അവരുടെ ഘടന വ്യത്യസ്തമാണ്, പ്രവർത്തന രീതി, ധർമ്മം തുടങ്ങിയ എല്ലാം വ്യത്യസ്തമാണ്. പക്ഷെ പരസ്പര പൂരകങ്ങളാണ്. ഈ 2ഉം പരസ്പര പൂരകങ്ങളായി 2 വിധങ്ങളും തമ്മിൽ കവിയുന്ന ഒരവസ്ഥയുണ്ടല്ലോ. 2 വിധങ്ങളും കവിയാന്ന് വെച്ചാൽ പരസ്പരം ഇടചേർന്ന് കവിയുന്ന ഒരവസ്ഥ. പരസ്പരം ഇടചേർന്ന് ധർമ്മപൂരണം നടത്തി അതിലും കവിയുന്ന ഒരവസ്ഥ വരുമ്പോൾ അവിടെ ഒരു പുതിയ സംഭവം പ്രത്യക്ഷമാവും. ഈ ഒരു വ്യവസ്ഥ ഉണ്ടാകുമ്പോൾ അതിന്റെ ഘടകങ്ങൾ ഒത്തുചേരുന്ന സമയത്ത് ഘടകങ്ങളുടെ ചേർച്ചയിൽ നിന്നും ഉരുത്തിരിയുന്ന മൊത്തത്തിലും അധികമായത് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, മോർ ദാൻ ദി ടോട്ടൽ എന്ന് പറയുന്നത്. അതിനെയാണ് ഉപരിവ്യവസ്ഥയായിട്ട് നമുക്ക് മനസ്സിലാവുന്നത്, അല്ലെ? അപ്പൊ അതുപോലെ 2 വിധങ്ങൾ, 2 വ്യത്യസ്ത വ്യക്തികൾ ഒരുമിച്ച് ചേർന്ന് ഒന്നായി, ആ ഒന്നായി ചേരുന്നതിലും അധികമായി അവിടെ പ്രത്യക്ഷമാകുന്നതാണ് ഈ കുടുംബം എന്ന് പറയുന്നത്. 2 വ്യക്തികൾ ഒരുമിച്ച് ചേരുമ്പോൾ അധികമായി പ്രത്യക്ഷമാകുന്നതോ അതാണ് കുടുംബം. അപ്പോൾ ഇവിടെ 2 വ്യക്തികളിൽ ഒരാൾ വലുതോ ചെറുതോ ആകുന്നില്ല നമുക്ക് മനസ്സിലായതാ. കാരണം ഈ ഒരു വ്യവസ്ഥയെ ഉണ്ടാക്കുന്നതിന്, കുടുംബം എന്ന വ്യവസ്ഥയെ ഉണ്ടാക്കുന്നതിന് ഈ 2 വ്യക്തികളും അവരവരുടേതായിട്ടുള്ള സ്ഥാനങ്ങളും ഉദ്ദേശ്യങ്ങളും ധർമ്മങ്ങളും ഉത്തരവാദിത്തങ്ങളും എല്ലാം ഏറ്റെടുക്കുന്നുണ്ട്. അങ്ങനെ 2 പേരും പരസ്പരം ഇഴുകി ചേരുന്ന സമയത്ത് അവരിൽ നിന്നും ഉദിച്ചു വരുന്നതാണ് കുടുംബം. ഈ 2 വ്യക്തികളും ഉയർന്നതോ താണതോ അല്ല, ഇത് നമ്മൾ മനസ്സിലാക്കിയതാണ്. 2 വ്യക്തികളും ഉയർന്നതും താണതുമല്ല,
രണ്ട് വ്യക്തികളും ഒരു തിരശ്ചീന തലത്തിൽ സമമിതമായിട്ട് ഒരുപോലെ പാരസ്പര്യത്തിന് വേണ്ടി ഒരുപോലെ ഗണിക്കേണ്ടത്, തുല്യമായിട്ട് ഗണിക്കേണ്ടതല്ല, ഒരുപോലെ ഗണിക്കേണ്ടതാണ്. അങ്ങനെ ഗണിക്കപ്പെടേണ്ടുന്ന ആ കുടുംബം എന്നത് ലംബമായി നോക്കുമ്പോൾ, തിരശ്ചീന തലത്തിൽ നമ്മൾ ഈ വ്യക്തികളെ കണ്ടു, ലംബമായി നോക്കുന്ന സമയത്ത് ഈ കുടുംബം എന്നുള്ളത് ഈ വ്യക്തി എന്നുള്ളതിന് മുകളിലാണ്. ഈ മുകളിൽ താഴെ എന്നുള്ളതൊക്കെ ആപേക്ഷിക സങ്കല്പനമാണ്, പക്ഷെ ഈ തലത്തിലല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇതും നമ്മൾ മനസ്സിലാക്കിയതാണ്. കുടുംബം എന്ന് പറയുന്നത് ഇതിന്റെ മുകളിൽ നിൽക്കുന്നതാണ് എന്നുള്ളത്. ആ മുകളിൽ നിൽക്കുമ്പോൾ അതിനാണ് പ്രാധാന്യം എന്നാണ് നമ്മൾ പഠിച്ചത്. കുടുംബത്തിനാണ് പ്രാധാന്യം, വ്യക്തിക്കല്ല എന്നുള്ളത്. ഇനി ഈ കുടുംബം എന്നുള്ളത് അതിനു മുകളിൽ ഒരു സമൂഹമുണ്ട്. ഇതുപോലുള്ള വ്യത്യസ്ത കുടുംബങ്ങൾ ഇഴചേരുമ്പോൾ ഉണ്ടാകുന്ന സമൂഹം എന്നുള്ള ഒരു വ്യവസ്ഥയുണ്ട്. ഈ സമൂഹമാണ് സത്യത്തിൽ കുടുംബം എന്നുള്ള വ്യവസ്ഥയുടെ അടിസ്ഥാന പരിസ്ഥിതിയാകുന്നത്. അപ്പോ എന്റെ ശരീരത്തിന്റെ പരിസ്ഥിതിയിൽ നിന്നും വേണ്ടുന്ന ഘടകങ്ങൾ എടുക്കുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ അത് പെർമനന്റ് ആയിട്ട് നിലനിൽക്കുന്ന വ്യക്തിയായി തീരുമ്പോൾ വ്യക്തികൾ പെർമനന്റ് ആയിട്ട് നിലനിൽക്കുന്ന പരിസ്ഥിതിയാണ് കുടുംബം എന്ന് പറയുന്നത്. ഈ കുടുംബങ്ങൾ നിൽക്കുന്ന പരിസ്ഥിതിയാണ് സമൂഹം എന്ന് പറയുന്നത്. അപ്പൊ വ്യവസ്ഥാ നിയമപ്രകാരം നമ്മൾ ഈ ഓർഡർ ഒന്ന് മനസ്സിലാക്കണം. അതായത് സമൂഹം എന്ന് പറയുന്നതുണ്ട്, സമൂഹത്തിന്റെ താഴെ കുടുംബം എന്ന് പറയുന്നുണ്ട്, അതിന്റെ താഴെ വ്യക്തികളുണ്ട്, വ്യക്തിക്ക് താഴെ അവരുടെ ശരീരം, മനസ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഇങ്ങനെ കൂടുകൾക്കകത്ത് കൂടുകളായി നിൽക്കുന്ന ഒരവസ്ഥ. ഇതില് ഈ മനുഷ്യർക്കിടയിലുള്ള ഒരു വലിയ പ്രശ്നം എവിടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ ശരീരവും മനസ്സും തന്നെ കോൺഫ്ലിക്റ്റിലാണ്. അവന്റെ വ്യക്തിത്വവും മനസ്സും ശരീരവും ചിന്തയും എല്ലാം തമ്മിൽ കോൺഫ്ലിക്റ്റിലാണ്. ഇവ ഏകഭാവത്തിൽ പോകാനുള്ള ഒരു ഹാർമണി, അതിന്റെ ആത്മീയമായ ഭാവം, അത് നമുക്ക് പലതരത്തിലും നഷ്ടമായിട്ടുണ്ട്. അപ്പൊ അവിടെ തന്നെ കോൺഫ്ലിക്റ്റ് ഉണ്ടായി തുടങ്ങുകയാണ്. പ്രത്യേകിച്ചും ആധുനിക വിദ്യാഭ്യാസമൊക്കെ നമുക്ക് കയ്യിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ സംഭവത്തെല്ലാം ഡിസിന്റഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ള ഒരു പരിപാടി കൊണ്ട് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും അറിവിനെയും എല്ലാം വ്യത്യസ്തമാക്കി ഛിദ്രമാക്കി വെച്ച് കഴിഞ്ഞപ്പോൾ ഓത്തറൈസ് ചെയ്യേണ്ട ആളുകൾക്ക്, അല്ല അതോറിറ്റേറിയൻസിന് ഇതിനെ കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ്. അതിനുവേണ്ടി അവർ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഡിസിന്റഗ്രേഷൻ എന്നുള്ളത്. അപ്പോ അങ്ങനെ ഡിസിന്റഗ്രേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഇടത്താണ് നമ്മൾ ഇവ ചേർന്നിട്ടാണ് കുടുംബം ഉണ്ടാകുന്നത് എന്ന് പറയുന്നത്. ഈ വ്യക്തികൾ ചേർന്നിട്ട്, വ്യക്തി തന്നെ ഛിദ്രമായി നിൽക്കുമ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞ വ്യക്തികൾ ചേർന്നിട്ട് കുടുംബം ഉണ്ടാകുന്നു. ഈ കുടുംബങ്ങൾ ചേർന്നിട്ട് സമൂഹം ഉണ്ടാകും. അപ്പൊ ഈ കുടുംബവും സമൂഹവും തമ്മിലുള്ള, വ്യക്തിയും കുടുംബം തമ്മിലുള്ള ദൂരം പോലെ തന്നെ കുടുംബവും സമൂഹവും തമ്മിലുള്ള ഒരു ദൂരമുണ്ട്. ഈ വ്യക്തി കുടുംബമായി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ കുടുംബം സമൂഹവുമായി ചേർന്ന് നിലനിൽക്കണം എന്നുള്ള അറിവുണ്ടെങ്കിൽ മാത്രമേ വ്യക്തിക്ക് കുടുംബവുമായി ചേർന്ന് നിൽക്കാൻ കഴിയൂ. ഈ കുടുംബത്തെ പെർസിസ്റ്റ് ചെയ്യിക്കാൻ കഴിയുള്ളൂ, നിലനിർത്താൻ കഴിയുള്ളൂ. സമൂഹം എന്ന സംവിധാനത്തിൽ എന്റെ കുടുംബം മാത്രം മതി, എന്റെ മറ്റുള്ളവയൊന്നും വേണ്ടതില്ല, അല്ലെങ്കിൽ എന്റെ കുടുംബം, ഞാൻ എന്റെ കാര്യങ്ങൾ നോക്കി പോകുന്നു, മറ്റുള്ളവയുമായി ബന്ധമില്ല എന്ന് പറയുന്ന സമയത്ത് ഉണ്ടാവുന്ന സാമൂഹ്യമായിട്ടുള്ള ഡിസ്കണക്ഷൻ ഉണ്ടാവുന്ന സമയത്ത് ഡിസ്കണക്ട് ചെയ്യുന്നത് നമ്മുടെ പരിസ്ഥിതിയിൽ നിന്നാണ്. അതായത് കുടുംബം നിലനിൽക്കുന്നത് സമൂഹം എന്ന പരിസ്ഥിതിയിലാണ്, വ്യക്തി നിലനിൽക്കുന്നത് കുടുംബം എന്ന പരിസ്ഥിതിയിലാണ്, ഒരു ശരീരം നിലനിൽക്കുന്നത് വ്യക്തി എന്നുള്ള പരിസരത്താണ്. അപ്പൊ ഈ പരിസ്ഥിതിയുമായിട്ട് ഡിറ്റാച്ച് ചെയ്തിട്ടൊരു സത്തയ്ക്ക് നിലനിൽക്കാൻ കഴിയില്ല. അപ്പോൾ കുടുംബം എന്നുള്ള വ്യവസ്ഥയ്ക്ക് സമൂഹം എന്നുള്ള പരിസ്ഥിതിയുമായിട്ട് ഡിറ്റാച്ച് ചെയ്ത് നിലനിൽക്കാൻ കഴിയില്ല. അത് ചേർന്ന് തന്നെ നിൽക്കണം. ആ ചേർന്ന് നിൽപ്പ് നമുക്ക് ഉണ്ടാകുന്നുണ്ടോ, നമ്മളത് സൂക്ഷിക്കുന്നുണ്ടോ? സാമൂഹ്യമായിട്ടുള്ള ഇടപെടൽ എന്നുള്ള സംഭവം നമ്മൾ നടത്തുന്നുണ്ടോ? ഇടപെടൽ മാത്രമാണോ? പലപ്പോഴും നമ്മൾ വ്യക്തിഗത സൗഖ്യത്തിന് വേണ്ടിയും വ്യക്തിഗത ജ്ഞാനത്തിന് വേണ്ടിയും വ്യക്തിഗതമായിട്ടുള്ള പല ധർമ്മങ്ങൾ നടപ്പിലാക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കുടുംബം എന്നുള്ള കാര്യത്തെ ഉപയോഗിക്കുന്നത്. ആ വ്യക്തിഗത സെക്യൂരിറ്റി വേണ്ടിയിട്ട്, അല്ലെ? വ്യക്തി കുടുംബത്തിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കുകയും കുടുംബമാണ് നിലനിൽക്കേണ്ടത് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന സമയത്ത് ഇതിന്റെ സമീപനത്തിൽ മാറ്റം വരുന്നു. ഇതുപോലെ തന്നെയാണ് കുടുംബം എന്നുള്ള ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് സമൂഹത്തെ കാണുന്നത്. സമൂഹം എന്നുള്ളത് എന്റെ ആവശ്യമാണെന്നും അല്ലെങ്കിൽ ലോകത്തിന്റെ ആവശ്യമാണെന്നും അതൊരു ഘടനയാണെന്നും അവിടെ എനിക്ക് അതിൻ്റെതായിട്ടുള്ള ധർമ്മങ്ങളുണ്ടെന്നും സമൂഹത്തിനാണ് മുഖ്യ പ്രസക്തി എന്നും അതിന്റെ താഴെയാണ് എന്റെ കുടുംബം നിലനിൽക്കുന്നതെന്നും അതിന്റെ താഴെയാണ് ഞാനെന്ന വ്യക്തി നിലനിൽക്കുന്നതെന്നും ഓരോരുത്തർക്കും ബോധ്യമായാൽ ആ ഹൈറാർക്കിയെ നമുക്ക് അംഗീകരിക്കാൻ, സമൂഹം എന്നുള്ള ആ ഉപരി സംവിധാനത്തെ നമുക്ക് അറിയാനും കഴിയും. അതിനോട് എനിക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്, അതിനോട് എനിക്ക് ബന്ധങ്ങളുണ്ട് എന്ന ഒരു അവസ്ഥ നമുക്ക് മനസ്സിലാവും. അപ്പൊ അവിടെ സമൂഹത്തിന് മുന്നിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന വ്യക്തിയായിട്ടല്ല, കുടുംബമായിട്ടാണ്, ഒരു പ്രസ്ഥാനമായിട്ടാണ് നമ്മൾ അവിടെ അറിയപ്പെടുക. അപ്പോ ആ രീതിയിൽ നമ്മൾ നിലനിൽക്കുന്ന സമയത്ത് സമൂഹവുമായിട്ട് കുടുംബത്തെ കണക്ട് ചെയ്യുന്നതിന്റെ അടിസ്ഥാനമായ വ്യക്തി എന്ന രീതിയിൽ നമുക്ക് നമ്മളെ കാണാൻ കഴിയണം.
അങ്ങനെ കാണാൻ കഴിയുമ്പോഴാണ് ഇതുപോലെ കണക്ട് ചെയ്യുന്ന മറ്റൊന്നാണ് എന്റെ ഇണ എന്ന ബോധ്യത്തിലേക്ക് നമ്മൾ എത്തുക. അപ്പോൾ ഇണകൾ തമ്മിലുള്ള പാരസ്പര്യം എന്ന് പറയുന്നത് ആ കുടുംബത്തെ സമൂഹത്തിന്റെ ഭാഗമാക്കി നിലനിർത്തേണ്ടുന്ന ദൗത്യത്തെ ഏറ്റെടുക്കുന്ന അടിസ്ഥാന ഘടകങ്ങളാണ്, അടിസ്ഥാന ശിലയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ വിധത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാൻ വേണ്ടിയാണ് നമ്മൾ ഫാമിലി ആൻഡ് സൊസൈറ്റി എന്നുള്ള ഈ ഒരു പാഠത്തിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ കുടുംബം സമൂഹത്തിന്റെ ഭാഗമാണ്, വ്യക്തികളെ ഉൾക്കൊള്ളുന്നതാണ്. ഈ ഇന്റർ കണക്ടിവിറ്റി കുടുംബത്തിന് നിലനിർത്താൻ പറ്റുക, അതിന്റെ ശ്രദ്ധയുണ്ടാകേണ്ടത് ഇണകളിലാണ്, ദമ്പതികളിലാണ് എന്നതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്ന പാഠം. അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.